Hello guys, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗജന്യമായി ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്നതിനും ഓഹരി വിപണിയിൽ ഇടപാടുകൾ നടത്തുന്നതിനും അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനുമെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്പ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഗ്രോ എന്നാണ് ഈ ഒരു ആപ്പിന്റെ പേര്. ഈ ഒരു ആപ്പ് ആക്സസ് ചെയ്യുന്നതിന് ആവശ്യമായ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈവശം സർപ്ലസ് ആയിട്ട് എമൗണ്ട് വരുന്ന സമയത്താണ് നമ്മൾ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. പല ആളുകളും തൊട്ടടുത്തുള്ള ചെറിയ ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ പരിചയമുള്ള ഏതെങ്കിലും സംരംഭങ്ങളിലൊക്കെ നിക്ഷേപിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒരു ബിഗ്ഗർ വേർഷൻ എന്ന് പറയാം. നമുക്ക് വലിയ വലിയ കമ്പനികളുടെ ഷെയർ വാങ്ങിക്കുകയും അതുപോലെ വ്യാപാരം നടത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന ഇടപാടുകളെല്ലാം സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് ആണ്. അതായത് മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഒരുപക്ഷെ നമുക്ക് ഹൈ റിട്ടേൺസ് കിട്ടാം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നഷ്ടത്തിനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ലാഭത്തിനും സാധ്യതയുണ്ട്. എപ്പോഴും നമുക്ക് ലാഭം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനും അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ വാങ്ങിക്കുന്നതിനുമെല്ലാം ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് സെറോദയിലും അപ്സ്റ്റോക്സിലും എല്ലാം ഉള്ള കോംപ്ലിക്കേഷൻ ഇല്ലാതെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കിതേപോലെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിലൊരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വിൻഡോയിൽ കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഏത് നമ്പറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പർ കൊടുക്കുക. ഈ ഒരു നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് വിൻഡോയിൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ നമുക്ക് വളരെ ഈസിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിതിൽ എല്ലാ ഡീറ്റെയിലും കിട്ടും. ഞാനിപ്പോൾ പാൻ കാർഡ് നമ്പർ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ പാൻ കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള പേരൊക്കെ ഇതിൽ വന്നു. ഇനി നമുക്കിത് കൺഫേം എന്ന് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഒരു വിൻഡോ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വിൻഡോയിൽ നമ്മളിവിടെ ജെൻഡർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജെൻഡർ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മാരേജ് സ്റ്റാറ്റസ് ആണ്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഒക്യുപ്പേഷൻ, നമ്മുടെ ജോലി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻകം ഡീറ്റെയിൽ ആണ്, നമുക്ക് എത്രത്തോളം വരുമാനമുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ നോ എക്സ്പീരിയൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് അല്പം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എത്ര വർഷമാണ് എക്സ്പീരിയൻസ് ഉള്ളത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നോ എക്സ്പീരിയൻസ് എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ KYC ഫിനിഷ് ചെയ്യുന്നതിന് ആവശ്യമായ നമ്മളെ പേരൻസിൻ്റെ പേരും കൊടുക്കേണ്ടതുണ്ട്. ഫാദർ നെയിമും മദർ നെയിമും കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് നോമിനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ നോമിനി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെയാണോ നോമിനിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവരും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താണോ അതും സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്ക് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ബ്രാഞ്ച് നെയിമോ അല്ലെങ്കിൽ IFSC കോഡോ കൊടുത്തിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഇതിൽ കണ്ടെത്തുക. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്കിൻ്റെ IFSC കോഡ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാങ്ക് ഇതേപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം വെരിഫൈ ബാങ്ക് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി ഗ്രോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ₹1 ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ₹1 അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ട് ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ₹1 വന്നിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ചെക്ക് ലീഫിൽ നിന്നും ഒരു ചെക്ക് എടുത്ത് അത് ക്യാൻസൽ എന്ന് എഴുതിയതിന് ശേഷം, അതായത് ക്യാൻസൽ ചെക്ക് അത് കൊടുക്കുക, അല്ലെങ്കിൽ
പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് കൊടുക്കുക, അതുമല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ക്യാമറ ഓൺ ചെയ്യുക. ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ സിഗ്നേച്ചറാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു സിഗ്നേച്ചർ ഡ്രോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊസീഡ് ടു സിഗ്നേച്ചർ എന്നുള്ള ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് സിഗ്നേച്ചർ നൽകുന്നതിനുള്ള വിൻഡോ വരും. ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ പ്രോപ്പറായിട്ട് തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ്, എൻ്റർ ചെയ്യല്ല, നമ്മളത് ഡ്രോ ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ആധാർ ഇ സൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രൊസീഡ് ടു ആധാർ ഇ സൈൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതായത് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടുകൂടി നമ്മുടെ വെരിഫിക്കേഷൻ നടക്കുകയാണ്, ആധാർ വെരിഫിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് താഴെ നമുക്ക് സൈൻ നൗ എന്ന് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ വന്നിട്ടുള്ള NSDLൻ്റെ ഇ സൈൻ പോർട്ടലാണ്. ഇവിടെ നമ്മളൊരു മെസ്സേജ് ബോക്സ് കാണാം, അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ആധാർ നമ്പർ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ OTPക്കായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ OTP കോപ്പി ചെയ്തു, എൻ്റർ ചെയ്തു. അതിനുശേഷം വെരിഫൈ OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇതോടുകൂടി നമ്മുടെ OTP വെരിഫിക്കേഷൻ, അതായത് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ നൽകി കഴിഞ്ഞു. സൈൻഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാം. ഇപ്പം നമുക്ക് കാണാം കൺഗ്രാറ്റുലേഷൻസ് റഷീദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഗ്രോ ആപ്പിൻ്റെ ഫസ്റ്റ് വിൻഡോയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സിങ്ങിലാണ്. അതായത് ഒരു ദിവസത്തിൽ നമുക്കിതിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അത് അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൽ നമുക്ക് പല കമ്പനീസിൻ്റെയും സ്റ്റോക്സ് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ടെക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഗ്രാഫും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ വിൽക്കണമെന്നാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കൈവശം ഒരു സ്റ്റോക്ക് ഉണ്ട്, അത് വിൽക്കാനാണെങ്കിൽ സെൽ എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനൊന്നും പറ്റില്ല. വാങ്ങിക്കാനാണെങ്കിൽ ബൈ എന്നുള്ള ബട്ടൺ, വിൽക്കാനാണെങ്കിൽ സെൽ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് HDFC ലൈഫ് ഇൻഷുറൻസിൻ്റെ സ്റ്റോക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രാഫ് കണ്ട് നമുക്ക് ചൂസ് ചെയ്യാം, എന്താ പറയുക, സ്റ്റോക്ക് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് വളരെ ഈസിയാണ്. നമുക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ സ്റ്റോക്സ് വാങ്ങിക്കാം, അതേപോലെ തന്നെ വിൽക്കാം. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഒന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡീറ്റെയിലും ഹൈ റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിലാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹൈ റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിലുകളാണ്. ഇതേപോലെ അവർ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഡാറ്റ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടാക്സ് സേവിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസ്ക് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ FDയേക്കാളും ബെറ്റർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ കാറ്റഗറിയിലൊക്കെ ഉള്ളത്. അതായത് നമ്മൾ FDയിൽ പണം ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേണേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടോപ്പ് കമ്പനീസ് ഉണ്ട്. പിന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വിത്ത് 500 rupees പെർ മന്ത് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്പിനുള്ളിൽ നിന്നും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഗോൾഡ് പർച്ചേസിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിജിറ്റലായിട്ട് ഗോൾഡ് നമുക്ക് വാങ്ങിക്കാം, അതുപോലെ തന്നെ വിൽക്കാനും സാധിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കേണ്ട ഒരു ആപ്പ് തന്നെയാണ് ഗ്രോ. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രോ എന്ന ആപ്പിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. കൂടുതൽ ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.